ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ ബാലൻ ആനന്ദിൻ്റെ ചെല്ലാണ്. അച്ഛൻ്റെ സാമീപ്യം അറിയുന്ന ആനന്ദ് ബാലനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാ. തൻ്റെ മകൻ്റെ അവസ്ഥയോർത്ത് ബാലൻ ഒരുപാട് കുറ്റബോധം തോന്നുക. അവൻ്റെ ജീവിതം നശിപ്പിച്ചത് താനാണോ എന്നൊക്കെയുള്ള ചിന്ത ബാലൻ്റെ മനസ്സിലൂടെ കടന്നു പോവാണ്. ഇതേ സമയം ഒരു കുറ്റവാളിയെ പോലെ ഏകയായി ദേവി അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ദേവി മുഖമുയർത്തി എല്ലാവരെയും നോക്കുക. ആരുടെ മുഖത്ത് തന്നോടുള്ള സ്നേഹത്തിൻ്റെ ഒരു കണിക പോലും കാണാനായിട്ട് ദേവിക്ക് സാധിക്കുന്നില്ല. അത് ദേവിയെ വല്ലാതെ തളർത്തി കളയുകയാണ്. അവിടെ ദേവി ഇരുന്നുകൊണ്ട് പൊട്ടിക്കരയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ ഗോമതിയാണ് റൂമിലിരുന്ന് കരഞ്ഞുകൊണ്ടേയിരിക്കുക. ഗോമതിയുടെ അടുത്തേക്ക് മിത്രയും മീനും കൂടി ചെല്ലുക. അമ്മ ഇത് എന്താ ഈ ചെയ്യുന്നത്? ഇങ്ങനെ കരഞ്ഞ അമ്മയ്ക്ക് വയ്യാതാവും എന്ന് പറയാ. നിങ്ങളാരും ഒന്നും പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കണ്ട. നിങ്ങളുടെ ആശ്വാസവാക്കുകൾക്കൊന്നും എനിക്ക് ഒരു സമാധാനവും തരാൻ സാധിക്കില്ല. എന്തൊക്കെ തെറ്റുകൾ അവൾ ഇവിടെ ചെയ്തു കൂട്ടിയത്. അവളെ ഞാൻ എങ്ങനെ സ്നേഹിച്ചതാ. എൻ്റെ സ്വന്തം മോളായിട്ടല്ലേ ഞാൻ അവളെ കണ്ടിട്ടുള്ളൂ. അത്രയും സ്നേഹവും പരിഗണനയും ഒക്കെ ഞാൻ അവൾക്ക് കൊടുത്തതേ അവളുടെ സ്വത്തോ പണമോ സമ്പാദ്യമോ പൊന്നോ ഒന്നും കണ്ടിട്ടല്ല. എൻ്റെ മകൻ്റെ ഭാര്യയാണ് എന്നുള്ള ബോധം എനിക്കുള്ളത് കൊണ്ടാണ്. എന്നിട്ട് എന്തൊക്കെ കള്ളത്തരങ്ങൾ പറഞ്ഞ അവൾ നമ്മളെ എല്ലാവരെയും വിശ്വസിപ്പിച്ചത്. ഞാനൊരു പൊട്ടി. അവൾ പറയുന്ന കള്ളത്തരങ്ങളെല്ലാം ഞാൻ വിശ്വസിച്ചു. എന്തും മന്ദബുദ്ധിയായിട്ടാണ് ഞാൻ അവളെ ഇത്രയധികം വിശ്വസിച്ചു പോയത് എന്നൊക്കെ ഗോമതി പറയണ. അമ്മയൊന്ന് സമാധാനപ്പെട്. എങ്ങനെ സമാധാനപ്പെടാൻ? എൻ്റെ ആനന്ദിൻ്റെ ജീവിതം വെച്ച അവളും അവളുടെ കുടുംബവും കൂടി കളിച്ചത്. എൻ്റെ മോൻ ഇത്രയും വലിയ നെരിപ്പോടും മനസ്സിൽ വെച്ച എല്ലാവരുടെയും മുന്നിൽ ചിരിച്ച് കളിച്ച് നടന്നത്. എല്ലാവരും ഇവിടെ മനസ്സ് തുറന്ന് ചിരിക്കുമ്പം അതൊന്നും അവന് പാവം ചിരിക്കാൻ പോലും സാധിക്കാതെ എന്തുമാത്രം വേദന ഉള്ളിൽ ഒതുക്കിയാകും ഓരോ നിമിഷവും അവൻ കടന്നു പോയിട്ടുണ്ടാവുക. എന്നിട്ട് എൻ്റെ മോൻ്റെ വേദന മനസ്സിലാക്കി അവൾ പെരുമാറിയോ? ഇല്ല. അത് പോരാഞ്ഞിട്ട് എൻ്റെ പാവം ധർമ്മൻ അവനെ ഒരു കള്ളനാക്കുന്നത് അവൾ നോക്കി നിന്നില്ലേ? എല്ലാത്തിനും കാരണക്കാരി അവൾ ഒരുത്തിയല്ലേ? ഞാനും എൻ്റെ ബാലേട്ടനും അവനെ തെറ്റിദ്ധരിച്ചില്ലേ? എല്ലാവർക്കും ഒപ്പം ചേർന്ന് ഞാനും അവനെ ഒരു കള്ളനെ പോലെ നോക്കി. അതാ എൻ്റെ ധർമ്മനെ ഏറ്റവും അധികം തകർത്ത് കളഞ്ഞത്. എന്നെയും ബാലേട്ടനെയും ദൈവതുല്യം സ്നേഹിച്ചിരുന്നവനാ എൻ്റെ ധർമ്മൻ. ഇന്ന് അവൻ്റെ മനസ്സിൽ ഈ ചേച്ചിക്ക് സ്ഥാനം പോലും ഉണ്ടാകില്ല. അതിനൊക്കെ കാരണക്കാരി ആരാ? അവളല്ലേ? അവൾ ഒറ്റ ഒരുത്തിയല്ലേ എന്ന് ഗോമതി ചോദിക്കുകയാണ്. എൻ്റെ ധർമ്മൻ ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയി. എൻ്റെ ആനന്ദിൻ്റെ ജീവിതം ഒന്നുമില്ലാതെ നശിപ്പിച്ച് കളഞ്ഞു. ഇതിനൊക്കെ കാരണക്കാരിയായവളാണ് അവൾ. എന്നിട്ട് അവളുടെ കള്ളക്കണ്ണീര് എനിക്ക് കാണണ്ട. ഇനി അവൾ ഓരോ നിമിഷവും കാണുമ്പം എനിക്ക് അവളോടുള്ള പകയും ദേഷ്യവും കൂടത്തേ ഉള്ളൂ. വിശ്വാസവഞ്ചനയല്ലേ അവൾ ചെയ്തത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അമ്മയൊന്ന് സമാധാനപ്പെട്. അമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താകും അമ്മയുടെ അവസ്ഥ? എനിക്കിനി എന്തായാലും എന്താ? എൻ്റെ ആനന്ദിൻ്റെ ജീവിതം നശിച്ചു പോയില്ലേ? ഇനി അവൻ്റെ ജീവിതം എന്തായി തീരുമെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ഗോമതി ചോദിക്കുകയാണ്. ഇതിനൊക്കെ കാരണം അയാൾ ഒറ്റ ഒരുത്തൻ. അയാളെ ഞാനും എൻ്റെ മോനും അന്ധമായി വിശ്വസിച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു ശിക്ഷ കിട്ടിയത് എന്ന് ഗോമതി പറയണ. ഇതാരെ പറ്റിയാണ് അപ്പച്ചി പറയുന്നത് എന്ന സംശയത്തോടു കൂടി മിത്രയാണെങ്കിൽ മീനുവിനെ നോക്കുകയാണെ. മീനുവിന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ബാലനെയാണ് ഗോമതി ഉദ്ദേശിച്ചത്. ഇതേ സമയം നമ്മുടെ ആനന്ദാണെങ്കിൽ ഹാളിൽ തന്നെ ഇരുന്ന് കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്ത് തീരുമാനം എടുക്കണം, എങ്ങനെ ഇനി മുന്നോട്ട് പോകണം, ഇങ്ങനെ പല ചിന്തകളാണ് കടന്നു പോകുന്നത്. ആകാശവും ആരിനും ഒക്കെ കേട്ട സത്യത്തിൽ എങ്ങനെ പ്രതികരിക്കണമെന്നറിയാതെ അവിടെ നിന്നങ്ങ് മാറിപ്പോയിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം ഗോമതി ബാലൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ചോദിക്കും, നിങ്ങൾ ഒറ്റ ഒരുത്തനാ എല്ലാത്തിനും കാരണം. ഏതെങ്കിലും ഒരു അച്ഛൻ സ്വന്തം മകനോട് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമോ? എൻ്റെ ആനന്ദിനെ ജീവിതം വെച്ച് കളിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു എന്ന് ചോദിക്കാം. നിങ്ങൾക്ക് തെറ്റുപറ്റില്ലെന്ന് ഞാൻ വിശ്വസിച്ചു പോയി. എൻ്റെ മക്കൾ വിശ്വസിച്ചു, ആനന്ദ് വിശ്വസിച്ചു. അതിൻ്റെതാ അവനിപ്പോൾ അനുഭവിക്കുന്നത്. ആ വിശ്വാസത്തെ അല്ലേ ബാലേട്ട നിങ്ങൾ ഇന്ന് തച്ചുടച്ച് കളഞ്ഞത് എന്ന് ചോദിക്കുക. അപ്പൊ ഗോമതിയുടെ ആ കുറ്റപ്പെടുത്തലിൽ ബാലനാണെങ്കിൽ വേദനയോടെ തലയുയർത്തി നോക്കുക. ഉദയഭാനു സാറിന്റെ പേര് പറയുമ്പോഴേ നിങ്ങൾക്ക് 100 നാവായിരുന്നല്ലോ എന്ന് ചോദിക്കുക. ഒരു ഉദയഭാനു സാറ് എന്തൊക്കെയായിരുന്നു വിശേഷണങ്ങള്? വലിയ കുടുംബം, വലിയ ബന്ധങ്ങള്, വലിയ ബിസിനസ്, എന്തൊക്കെയായിരുന്നു നിങ്ങൾ ഇവിടെ വന്ന് വിളിച്ചു കൂവിയത്? ഓരോ നിമിഷവും അയാളുടെ കാല് കഴുകിയ വെള്ളം കുടിക്കാൻ നടക്കുമായിരുന്നില്ലേ? പക്ഷെ ഒരു വട്ടമെങ്കിലും നിങ്ങൾ അയാളെ പറ്റി അന്വേഷിച്ചോ? ആ കുടുംബത്തെ പറ്റി
അന്വേഷിച്ചോ? ഇത്രയ്ക്കൊക്കെ ഉള്ളോ ബാലേട്ട മകൻ്റെ ജീവിതത്തോട് നിങ്ങൾക്ക് പ്രതിബദ്ധത? മകന് കല്യാണം ആലോചിക്കുന്ന വീട്ടുകാർ ആരാണെന്ന് നിങ്ങൾ അന്വേഷിച്ചോ? പറ ബാലേട്ട എന്ന് പറഞ്ഞ് ബാലൻ്റെ ഷർട്ട് പിടിച്ച് കുലുക്കാണ് കേട്ടോ ഗോമതി. ഇല്ല അല്ലേ? നമ്മുടെ മോൻ്റെ ജീവിതമല്ലായിരുന്നോ ബാലേട്ട ഇത്? ഇത്രയ്ക്കൊക്കെ ബാലേട്ടന് അവനോട് സ്നേഹം ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഷർട്ട് മേടിക്കുന്നത് പോലെയാണോ നിങ്ങൾ കല്യാണം തീരുമാനിച്ചത്? നിങ്ങളെ അന്ധമായി വിശ്വസിച്ചു ഞങ്ങൾ. ഒരു വസ്തു വാങ്ങാൻ പോകുമ്പം പോലും ഒരു 10 വട്ടം നിങ്ങൾ ആലോചിക്കുന്ന ആളല്ലേ ബാലേട്ട? പക്ഷേ സ്വന്തം മകൻ്റെ ജീവിതത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്താ ചെയ്തത്? ഒരു വട്ടമെങ്കിലും അവളെപ്പറ്റിയോ ആ കുടുംബത്തെപ്പറ്റി നിങ്ങൾ അന്വേഷിച്ചോ? നോക്ക്, നമ്മുടെ ആനന്ദിനെ നോക്ക്, അവൻ്റെ അവസ്ഥ നോക്ക്, തകർന്നടിഞ്ഞിരിക്കുന്നത്. അവൻ നിങ്ങളെ കണ്ടിരുന്നത് ദൈവത്തിൻ്റെ സ്ഥാനത്തല്ലേ ബാലേട്ട? എന്നിട്ട് അവൻ്റെ ജീവിതം വെച്ച് കളിച്ചല്ലോ. അച്ഛൻ പറയുന്ന ഏതെങ്കിലും ഒരു വാക്കിന് അവൻ എതിര് നിന്നിട്ടുണ്ടോ ബാലേട്ട? ഉണ്ടോന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇല്ലല്ലോ, ഒരിക്കൽ പോലും നിങ്ങളെ എതിർത്ത് അവൻ ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് ആ പാവത്തിൻ്റെ ജീവിതം തന്നെ നശിപ്പിക്കാൻ നിങ്ങൾ കാരണക്കാരനായല്ലോ. കാരണം എന്താണെന്ന് അറിയോ? അച്ഛൻ തെറ്റ് ചെയ്യില്ല എന്ന് ആ പാവം വിശ്വസിച്ചു. എന്നിട്ട് ആ വിശ്വാസമല്ലേ ഇന്ന് തകർന്നു പോയത്. അച്ഛൻ എന്നും തൻ്റെ നന്മ മാത്രമേ ആഗ്രഹിക്കുകയുള്ളെന്ന് അവൻ വിശ്വസിച്ചു. അച്ഛൻ്റെ തീരുമാനം തൻ്റെ ജീവിതത്തെ നശിപ്പിക്കില്ല എന്ന് അവൻ വിശ്വസിച്ചു. ആ വിശ്വാസം വെച്ചാ ബാലേട്ട നിങ്ങൾ കളിച്ചത്. ആ വിശ്വാസം വെച്ചാ ആ പാവം ഇത്രയും നാളും ജീവിച്ചത് പോലും. നിങ്ങളെ അത്രയേറെ വിശ്വസിച്ച മകനെയാ നിങ്ങൾ ചതിച്ചത്. നിങ്ങൾക്ക് എങ്ങനെ തോന്നി ബാലേട്ട? നിങ്ങൾക്ക് തെറ്റുപറ്റുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല ബാലേട്ട. കാരണം നിങ്ങൾ എൻ്റെ ഭർത്താവാണ്. അതിനെല്ലാം ഉപരി ഏത് കാര്യങ്ങളും 100 വട്ടം ചിന്തിച്ച് ചെയ്യുന്നവനാ. അയാൾക്ക് തെറ്റുപറ്റില്ലെന്ന് ഞാൻ കരുതി. പക്ഷേ നിങ്ങൾക്ക് തെറ്റുപറ്റി ബാലേട്ട എന്ന് പറഞ്ഞാൽ ഗോമതി വീണ്ടും ഷർട്ടിന് കുത്തിപ്പിടിക്കുക. പക്ഷേ ഇത് വലിയൊരു തെറ്റായിപ്പോയി ബാലേട്ട. ഇതെനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല ബാലേട്ട. നമ്മുടെ കുഞ്ഞിൻ്റെ ജീവിതം ഇനി എന്താകുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് പറ്റുന്നില്ല ബാലേട്ട. നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ ഒരു തെറ്റു പറ്റിയതെന്ന് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞ് വീണ്ടും ഗോമതി ബഹളം വെക്കും. അതേസമയം നമ്മുടെ ഗോമതി വീണ്ടും ബാലനോട് ദേഷ്യപ്പെടുകയാണ്. ബാലേട്ടൻ ഒരാൾ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്. ഒരു വട്ടം അവരെ പറ്റി അന്വേഷിച്ചിരുന്നെങ്കിൽ ബാലേട്ടന് കണ്ടെത്താമായിരുന്നു സത്യാവസ്ഥകൾ. ഇങ്ങനെ കണ്ണും പൂട്ടി ആ ഉദയഭാനുവിനെ വിശ്വസിച്ചുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നമ്മുടെ മോൻ പാവം, അവൻ എത്രമാത്രം ആഗ്രഹത്തോടെ ആയിരിക്കും ഒരു ജീവിതം തിരഞ്ഞെടുത്തത്. അതിങ്ങനെയുമായി സ്വന്തം അച്ഛൻ തന്നെ ചതിക്കില്ലെന്നുള്ള വിശ്വാസത്തിന് മേലായിരിക്കില്ലേ ബാലേട്ടനെ അവൻ കണ്ണുമടച്ച് വിശ്വസിച്ചത്. ആ വിശ്വാസമല്ലേ ബാലേട്ടൻ തെറ്റിച്ചത്. ഞാൻ നൊന്തു എൻ്റെ മോനാ ബാലേട്ട. അവൻ്റെ ജീവിതം ഇങ്ങനെ ഒന്നുമല്ലാതെയായി പോകുന്നത് നോക്കി നിൽക്കാനൊന്നുമേ ഈ ഗോമതിക്ക് സാധിക്കത്തില്ല എന്ന് പറയാണ്. പാവം എൻ്റെ കുഞ്ഞ്, എത്ര നാളായി അവൻ ഇതെല്ലാം സഹിച്ച് മനസ്സിൽ പലതും വിട്ട് നീറ്റ് നടക്കാൻ തുടങ്ങിയിട്ട്. അവൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് ബാലേട്ടൻ അറിയാവോ? രാത്രി ഇവൻ ഉറങ്ങാതെ നടക്കുന്നതേ ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട്. ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ബാലേട്ടൻ അറിയാവോ എന്ന് വീണ്ടും ചോദിക്കാം. അപ്പോഴൊക്കെ അവൻ്റെ വേദനകൾ കൊണ്ടാണെന്ന് ഞാൻ കരുതിയില്ല. എന്നിട്ടും ഞാൻ എന്നെ തന്നെ സമാധാനിപ്പിച്ചു. കുഞ്ഞു പോയ വേദന കൊണ്ടാകും എന്നൊക്കെ കരുതി. എൻ്റെ ബാലേട്ടൻ ഉണ്ടല്ലോ, എല്ലാം ശരിയാകുമെന്ന് ഞാൻ വെറുതെയെങ്കിലും വിശ്വസിച്ചു. പക്ഷെ എല്ലാത്തിൻ്റെയും അടിത്തറ ഇട്ടത് ബാലേട്ടനാകുമെന്ന് സ്വപ്നത്തെ പോലെ ഞാൻ കരുതിയില്ല എന്ന് വീണ്ടും ഗോമതി പറയാം. അവൻ്റെ എല്ലാ വേദനകൾക്കും കാരണം ബാലേട്ടനായി തീർന്നല്ലോ. ഇന്ന് എനിക്ക് പേടിയാകുന്നു ബാലേട്ട. എനിക്ക് നമ്മുടെ മോൻ്റെ ഭാവി ഓർത്ത്, അവൻ്റെ ജീവിതം ഓർത്ത്. അവൻ്റെ ജീവിതം എന്തായി തീരും ബാലേട്ട? എപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ അവൻ്റെ നാളെ ഓർത്ത്? ഇങ്ങനെ നീർ ജീവിക്കാൻ മാത്രം എന്ത് തെറ്റാ എൻ്റെ കുഞ്ഞ് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ച് വീണ്ടും ഗോമതി പൊട്ടിക്കരയുവാണ് കേട്ടോ. ഗോമതിക്ക് എങ്ങനെ എവിടെ പറയണമെന്ന് പോലും അറിയില്ല. ഇതേ സമയം ആനന്ദിൻ്റെ തകർന്ന പോലെയുള്ള ഇരിപ്പ് കാണുന്ന ഗോമതി അടുത്ത് ചെല്ലുക. എൻ്റെ മോനെ, നിന്നെ ഇങ്ങനെ കാണാൻ എനിക്ക് വയ്യടാ, എനിക്ക് വയ്യ എന്നും പറഞ്ഞ് തലയ്ക്ക് കൈ കൊടുത്തിരുന്ന് ഗോമതി പൊട്ടിക്കരയുവാണ് കേട്ടോ. ഇതേ സമയം ബാലനും കരയുവാണ്. ഒരു കല്ലുപോലെ ഗോമതി പറയുന്നതെല്ലാം കേട്ടു നിന്നെങ്കിൽ പോലും ബാലൻ്റെ ഉള്ള അതുപോലെ വേദനിക്കുന്നുണ്ട്. തൻ്റെ ഭാഗത്തു നിന്ന് വന്ന തെറ്റ് കാരണമാണല്ലോ തൻ്റെ മകൻ്റെ ജീവിതം ഒന്നുമല്ലാതെ പോയതെന്ന കുറ്റബോധം കൊണ്ട് ആനന്ദിൻ്റെ ഒന്ന് നോക്കാൻ പോലും ബാലന് സാധിക്കുന്നില്ല. ഇതേസമയം പൊട്ടിക്കരയുന്ന ഗോമതിയുടെ അടുത്തേക്ക് ആനന്ദ് ചെല്ലുക. അമ്മേ എന്നും പറഞ്ഞ് സമാധാനിപ്പിക്കുക. മോനെ എന്നും പറഞ്ഞ് ആനന്ദിനെ തലോടുകയാണ് കേട്ടോ ഗോമതി. എൻ്റെ കുഞ്ഞ് സമാധാനമായിട്ടിരിക്കടാ, എല്ലാം ശരിയാകും എന്ന് പറയാം. എന്നിട്ട് ആനന്ദിനെ കെട്ടിപ്പിടിച്ച് ഗോമതിയും കരയുവാണ് കേട്ടോ. അമ്മ ഇങ്ങനെ കരഞ്ഞ് അസുഖമൊന്നും വരുത്തി വെക്കരുത്, അമ്മ സമാധാനപ്പെട് എന്ന് ആനന്ദ് വീണ്ടും ഗോമതിയോട് പറയാം. ഗോമതി ആണെങ്കിൽ ബാലൻ്റെ അടുത്തേക്ക് വീണ്ടും ചെല്ലുക. ബാലേട്ട, എനിക്ക് നിങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കാൻ പറ്റുന്നില്ല ബാലേട്ട. കാരണം തെറ്റ് സംഭവിച്ചത് നിങ്ങൾക്ക് തന്നെയാ. പക്ഷേ
നിങ്ങളെ എനിക്ക് വെറുക്കാനും പറ്റുന്നില്ല. എൻ്റെ അവസ്ഥ എന്താണെന്ന് ബാലേട്ടന് മനസ്സിലാകുന്നുണ്ടോ? കാരണം കാരണം നിങ്ങളാ എൻ്റെ ലോകം. ഈ വേദന നിങ്ങളും അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാൻ അനുഭവിക്കുന്ന വേദനയുടെ 100 ഇരട്ടി ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് ബാലേട്ടാ. പക്ഷേ ഒരു കാര്യം മാത്രം എനിക്ക് പറയാനുണ്ട് ബാലേട്ട. ഒരു കാര്യം മാത്രം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ബാലേട്ട എന്ന് വീണ്ടും ഗോമതി കരഞ്ഞുകൊണ്ട് ബാലനോട് പറയാണ്. ഈശ്വര, നമ്മുടെ മോൻ്റെ ഭാവി, അവൻ്റെ ഭാവി ഇനി എന്താകും ബാലേട്ട? നമ്മുടെ കുഞ്ഞിൻ്റെ ജീവിതം എന്താകും? നമ്മുടെ കുഞ്ഞിൻ്റെ ജീവിതം ഇങ്ങനായി പോയല്ലോ. അവൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇങ്ങനെ അവൻ്റെ ജീവിതമായി പോയത്? അതുമാത്രം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ബാലേട്ട എന്നും വീണ്ടും ഗോമതി ബാലൻ്റെ മുന്നിൽ നിന്ന് കരയുവാണ് കേട്ടോ. അപ്പോൾ ബാലനാണെങ്കിൽ ആ നിന്നിടത്ത് നിന്ന് ഒന്ന് അനങ്ങുന്ന പോലുമില്ല. കാരണം ഗോമതി പറയുന്നതെല്ലാം അക്ഷരം പ്രതി ശരിയാണ്. താനാണ് ശ്രദ്ധിക്കേണ്ടിയിരുന്നത്. താൻ കൊണ്ടുവന്ന ആലോചനയാണ്. ആ ഉദയഭാനുവിനെ കണ്ണുമടച്ച് വിശ്വസിച്ചു എന്നൊരു തെറ്റാ താൻ ചെയ്തത്. അയാൾ ഇത്രയും വലിയ ഫ്രോഡാകുമെന്നോ ശ്രീദേവി ഇത്രയും വലിയ തെറ്റ് ഈ കുടുംബത്തോട് ചെയ്യുമെന്നോ ഒന്നും ബാലനും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ബാലൻ അങ്ങനെ തന്നെ പാറ നിൽക്കുന്ന പോലെ നിൽക്കുകയാണ്. ഇതേസമയം ആനന്ദ് വീണ്ടും ഇരുന്ന് കരയാ. ഗോമതിയും ഒരു വശത്തിരുന്ന് കരയുന്നുണ്ട്. തൻ്റെ ഭാര്യയുടെയും മക്കളുടെ എല്ലാം അവസ്ഥ കണ്ട് നമ്മുടെ ബാലനാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുക. ഇതൊക്കെ തന്നെ കൊണ്ട് എങ്ങനെ ശരിയാക്കണമെന്ന് പോലും ബാലനും മനസ്സിലാകുന്നില്ല. ഒരു മൂലയിലിരുന്ന് ബാലനും കരയുവാണ് കേട്ടോ. ഇതേസമയം ദേവിയും റൂമിൽ ഒറ്റപ്പെട്ടിരുന്ന് കരയുവാണേ. ദേവിയുടെ അവസ്ഥ കാണുന്ന മിത്രയും മീനും അടുത്തേക്ക് ചെല്ലുക. ഏടത്തി എന്നും പറഞ്ഞ് വിളിക്കുക. മീനു എന്ന് പറഞ്ഞ് ദേവി മീനുവിനെ വിളിക്കുകയാണ്. എന്നോട് ക്ഷമിക്ക്, എൻ്റെ മുന്നിൽ വേറെ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. മിത്രേ, നിങ്ങൾക്കും എന്നോട് വെറുപ്പാണോ? നിങ്ങളും എന്നോട് ഇനി ഒരിക്കലും പഴയ പോലെ പെരുമാറില്ലേ? വേണമെന്ന് വെച്ച് ഒന്നും പെരുമാറിയതല്ല. വേണമെന്ന് വെച്ച് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയാം. എല്ലാം എൻ്റെ നിവൃത്തികേട് കൊണ്ട് ചെയ്യേണ്ടി വന്നതാ. എൻ്റെ അച്ഛൻ പറയുന്നത് പോലെ ചെയ്യേണ്ടി വന്നതാ. നിങ്ങളെ ആരെയും ചതിക്കണമെന്ന് ഒരിക്കലും ഏടത്തി വിചാരിച്ചിട്ടില്ല. അങ്ങനെ ഒരു തെറ്റ് ഏടത്തി ചെയ്യത്തുമില്ല എന്ന് പറഞ്ഞാൽ അവരുടെ മുന്നിൽ കൈ കൂപ്പിയിരിക്കുകയാണ് കേട്ടോ. എന്നോട് മാപ്പാക്കണേ എന്നും പറയാണേ. അപ്പം മീനു പറയും, ഏടത്തി എല്ലാ കാര്യങ്ങളും ഞങ്ങളോടെങ്കിലും ഏടത്തിക്ക് തുറന്ന് പറയാമായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും പറയും, ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങളെങ്കിലും അറിയണം എന്നും പറഞ്ഞ് ദേവി കാര്യങ്ങളൊക്കെ പറയാനായിട്ട് തുടങ്ങുക. ഇതൊന്നും വേണ്ടാന്ന് അച്ഛനോടും അമ്മയോടും 1000 വട്ടം ഞാൻ പറഞ്ഞതാ. പക്ഷെ അവരാരും ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്ന കൂട്ടത്തിലല്ല. പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയായി. അവരാരും എൻ്റെ ഒരു വാക്കുപോലും വീട്ടിൽ കേൾക്കത്തില്ല എന്ന് വീണ്ടും ദേവി തന്നെ ന്യായീകരിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ പറയാം. ആനന്ദേട്ടനുമായിട്ടുള്ള വിവാഹത്തിനൊന്നും എനിക്ക് ഒരിക്കലും സമ്മതമായിരുന്നില്ല. ഞങ്ങൾക്കൊരിക്കലും പറ്റിയൊരു ബന്ധമല്ല ആനന്ദേട്ടനുമായിട്ടുള്ളത് എന്ന് എനിക്കറിയായിരുന്നു. പാവമുള്ള ഒരു മനുഷ്യനെയും കുടുംബത്തെയും ചതിച്ചിട്ട് എനിക്ക് ഇങ്ങനെ ഒരു കല്യാണം വേണ്ട എന്ന് 1000 വട്ടം ഞാൻ എൻ്റെ അച്ഛൻ്റെ കാല് പിടിച്ച് പറഞ്ഞതാ. പക്ഷേ എൻ്റെ അച്ഛൻ സമ്മതിച്ചില്ല എന്നും പറഞ്ഞ് ദേവി തേങ്ങിയാണ് പറയുന്നത്. വിദ്യയുടെ കാര്യമൊക്കെ പറഞ്ഞ് എന്നെ അവർ നിശബ്ദയാക്കിയതാ. അനിയത്തിയുടെ ജീവിതം ഞാൻ കാരണം നശിച്ചു പോകുമെന്നൊക്കെ പറഞ്ഞപ്പം എൻ്റെ മുന്നിൽ വേറെ വഴിയില്ല. ഞാൻ കല്യാണം കഴിച്ചില്ലെങ്കിൽ വിദ്യയ്ക്ക് നല്ലൊരു ജീവിതം കിട്ടാതെ വരും എന്നൊക്കെയാണ് അവരെന്നോട് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. അവളെ നല്ലൊരു കുടുംബത്തിലേക്ക് കയറി ചെല്ലേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അച്ഛനും അമ്മയും എന്നെ വല്ലാതെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്തു. എങ്ങനെയൊക്കെയോ എന്നെ കൊണ്ട് അവർ സമ്മതിപ്പിച്ചത് എന്ന് പറഞ്ഞ മിത്രയുടെയും മീനുവിൻ്റെ മുന്നിൽ കൈ കൂപ്പി നിന്ന് പൊട്ടിക്കരയുവാണ് കേട്ടോ. അല്ലാതെ ഒരിക്കലും മനഃപൂർവ്വം ഈ കുടുംബത്തെ നശിപ്പിക്കണമെന്നോ ഈ കുടുംബത്തെ ചതിക്കണമെന്നോ ഞാൻ കരുതിയിട്ടില്ല. അല്ലായിരുന്നെങ്കിൽ ആനന്ദേട്ടൻ്റെയോ ജീവിതത്തിലേക്കോ ഈ കുടുംബത്തിലേക്കോ ഞാൻ ഒരിക്കലും കയറി വരുമായിരുന്നില്ല എന്ന് പറയണേ. പറ്റുന്ന മിത്ര ചോദിക്കുക, ഏടത്തി ഈ പറയുന്നതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് ചോദിക്കുക. ഏടത്തി ഇതൊക്കെ പറഞ്ഞാലും ഇനി ആരെങ്കിലും ഈ വീട്ടിൽ ഇത് അംഗീകരിക്കുമോ എന്ന് ചോദിക്കുക. വീണ്ടും അപ്പം ദേവി പറയാണ്, ആനന്ദേട്ടൻ്റെ കൈ പിടിച്ച് ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം പേടിച്ച ഓരോ നിമിഷവും ഞാൻ കഴിഞ്ഞത് സമാധാനമായിട്ട് ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ ഇരുന്നിട്ടില്ല. അത്രയ്ക്കും പേടിച്ചാണ് നിന്നിരുന്നത്. എന്നാണെങ്കിലും എല്ലാവരും സത്യങ്ങൾ അറിയുമെന്ന് എനിക്കറിയാം. ഒരിക്കലും കള്ളങ്ങളൊന്നും മറച്ചു വെക്കാനായിട്ട് സാധിക്കില്ലല്ലോ. എൻ്റെ അവസ്ഥ അന്ന് കള്ളം പൊളിയുമ്പം എന്താകുമെന്ന് ഞാനിങ്ങനെ ഓർത്ത് പേടിച്ച് വേദനിച്ച ഓരോ
നിമിഷവും കഴിഞ്ഞുകൊണ്ടിരുന്നത്. അച്ഛനും അമ്മയും എങ്ങനെ ഇങ്ങോട്ട് വരുമ്പം പോലും എനിക്ക് ഭയവാ. അച്ഛനും അമ്മയും പുതിയ പുതിയ ഓരോ കള്ളങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു. എനിക്ക് അവരെ പ്രതിരോധിക്കാൻ പോലും കഴിയാത്ത വിധം അവരെന്നെ തളച്ചിട്ടിരിക്കുമായിരുന്നു. ഞാൻ എന്ത് ചെയ്യാനാന്ന് എനിക്കറിയാതായിപ്പോയി. ഓരോ തവണയും ഞാൻ കള്ളം പറയാൻ മടിച്ചതാ. അന്ന് IT കമ്പനി ജോലി കിട്ടിയെന്ന് കള്ളം പറയാൻ പോലും എൻ്റെ അമ്മയാ എന്നെ നിർബന്ധിച്ചത്. ഞാൻ ഓരോ തവണയും കള്ളം പറയാൻ മടിച്ചപ്പം ഇവിടം വരെ എത്തിച്ചതല്ലേ, ഇനിയും നീ ആയിട്ട് ഇത് നശിപ്പിച്ച് കളയരുത്, നിൻ്റെ ജീവിതം ഇല്ലാതാക്കരുത് എന്നും പറഞ്ഞ് അവരാ എന്നെ കള്ളം പറയാൻ നിർബന്ധിച്ചത്. അങ്ങനെയാ ഞാൻ ഓരോന്നും പറഞ്ഞത്. എൻ്റെ മുന്നിൽ വേറെ വഴിയുണ്ടായിരുന്നില്ല എന്നും പറഞ്ഞ് അവരുടെ മുന്നിൽ കരയാ. അപ്പം മീനുവിനും ഇത്രയ്ക്കും ദേവിയുടെ അവസ്ഥ കാണുമ്പം ഒരു സഹതാപമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡും അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുതേ. അപ്പോൾ എല്ലാവർക്കും